ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബലികർമ്മങ്ങൾ ആവശ്യമാണോ, അതിൻ്റെ ആവശ്യകത എന്ത് എന്ന് പറഞ്ഞു. നമ്മൾ മരിച്ച് പുനർജന്മമെടുക്കുകയോ അല്ലെങ്കിൽ ജന്മങ്ങൾ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ശരീരം ഭൂമിയിൽ നഷ്ടപ്പെടുന്നു. പിന്നീട് നമ്മളുടെ ആ പ്രാണൻ പരലോകത്തേക്ക് എത്തുന്നു. അപ്പോൾ പിന്നെ പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ബലികർമ്മത്തിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ആ വീഡിയോ പ്രതിപാദിച്ചിരുന്നത്. അതിൻ്റെ ബാക്കിയായി അല്പകാര്യങ്ങൾ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ പ്രാണൻ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഈ പ്രാണനെ നിലനിർത്തിയിരുന്ന പ്രാണനുകൾ, പഞ്ചപ്രാണനുകളെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ എന്നിങ്ങനെ പറയുന്ന 5 പ്രാണനുകളാണ് നമുക്കുള്ളത്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും സ്ഥൂല ശരീരത്തെക്കുറിച്ചും കാരണ ശരീരത്തെക്കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞിരുന്നു മുൻപൊരു വീഡിയോയിൽ. അപ്പോൾ ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെടുന്ന പ്രാണനുകൾ, അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരമാകുന്ന ആ അവസ്ഥയാണ് നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. ആത്മാവ് പരമാത്മാവിലേക്ക് തന്നെ ലയിക്കുകയാണ്. ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഒരു പര്യായ ശബ്ദം മാത്രമാണ്. അത് രണ്ടും വ്യത്യസ്തമല്ല, ഒന്ന് തന്നെയാണ് എന്ന് ശ്രീരാമചന്ദ്ര പ്രഭു പഞ്ചവടിയിൽ വെച്ചുള്ള ലക്ഷ്മണ ഉപദേശത്തിൽ വിവരിക്കുന്നുണ്ട്. ശൂർപ്പണഖയുടെ ആഗമനത്തിന് തൊട്ടു മുമ്പ് ജീവിത തത്വം, അതായത് മുക്തിമാർഗത്തിനുള്ള തത്വം, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും മോക്ഷം നേടുന്നതിനുള്ള തത്വം എനിക്ക് അവിടുന്നല്ലാതെ ആരും ഉപദേശിച്ച് തരുവാനില്ല എന്ന് ലക്ഷ്മണകുമാരൻ ശ്രീരാമപ്രഭുവിനോട് ചോദിക്കുമ്പോൾ ആ ഉപദേശത്തിൽ അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല കുമാര, പരമാത്മാവിൻ്റെ ഒരു പര്യായ ശബ്ദം തന്നെയാണ് ജീവാത്മാവ് എന്ന്. അപ്പോൾ ആ പരമാത്മാവിലേക്ക് തന്നെ ജീവാത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഏക ബോധം. അതിനെല്ലാം ഇതൊക്കെ ഇവിടെയുണ്ട്. ഈ സ്ഥൂല ശരീരം ഇവിടെയുണ്ട്. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ശരീരം ഉണ്ടെങ്കിലേ ഈ സ്ഥൂലം കൊണ്ട് ഗുണമുള്ളൂ. ആ സൂക്ഷ്മമാണ് നമ്മുടെ ശരീരം വിട്ടു പോകുന്നത്. ഇതിനെ മൂന്നിനെയും പ്രവർത്തിപ്പിച്ചിരുന്ന ആ പ്രധാനപ്പെട്ട ഇതിനെയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുതി എന്ന് വേണേൽ പറയാം, എനർജി. ഇപ്പോൾ പല മെഷീനുകളെ ഉണ്ട്. ആ മെഷീനുകളെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു ഏകചാലകമായ വൈദ്യുതി മാത്രം മതി എന്ന് പറഞ്ഞതുപോലെ ഈ പുറമേ കാണാൻ കഴിയുന്ന, കണ്ടു മനസ്സിലാക്കുന്ന ഈ ശരീരം, അതിനുള്ളിൽ കാണാൻ സഹായിക്കുന്ന, അല്ലെ കണ്ടാൽ അത് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സൂക്ഷ്മ ശരീരം, അതിനും ശേഷം നമ്മുടെ ഉള്ളിൽ ഒരു കാരണ ശരീരമുണ്ട്. ഇതിനെയൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തന്നതാണ്. ആവർത്തന വിരസതയാവും വീണ്ടും പറയുമ്പോൾ. ഈ 3 ശരീരങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന, അതായത് ഇവിടെ ഭൂമിയിൽ ഈ ശരീരത്തോടുകൂടി നമ്മെ നിലനിർത്താൻ സഹായിക്കുന്ന ആ ചാലകശക്തിയാണ് ബോധാത്മസ്വരൂപനായ നമ്മുടെ പരമാത്മ ചൈതന്യമായ ഈശ്വര ശക്തി. ഇതിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ശരീരത്തിൽ നിന്ന് ഈ സൂക്ഷ്മ ശരീരം, പ്രാണൻ ഉൾപ്പെടുന്ന സൂക്ഷ്മ ശരീരം പോയി പരന്മാരുടെ ലോകമായ ഭോർ ലോകത്തേക്ക് പോകുന്നു, അല്ലെ പിതൃലോകത്തേക്ക് എത്തുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ജീവാത്മാവ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിലേക്ക് ലയിക്കുന്നു. ഈ സൂക്ഷ്മ ശരീരം, അതാണ് അതിനെ നമ്മൾ, ഈ സൂക്ഷ്മ ശരീരം എങ്ങനെ ഉണ്ടായി, അതെന്തൊക്കെ ഘടകങ്ങൾ ചേർന്നാണ് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നു. എങ്കിലും ചുരുക്കത്തിലൊന്നുകൂടെ പറയാം. 5 ജ്ഞാനേന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങൾ 5 എണ്ണം, അത് നമുക്ക് അറിയാമല്ലോ. നമ്മുടെ കർമ്മം ചെയ്യുവാനുള്ള 5 കർമ്മേന്ദ്രിയങ്ങൾ. ഏതൊക്കെയാണ്? വാക്ക്, കൈകാലുകൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ജനനേന്ദ്രിയം,
മലദ്വാരം തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ 5 പ്രാണനുകൾ. ആ 5 പ്രാണന്റെ പേര് മുമ്പേ പറഞ്ഞു. അതിൻ്റെ കൂടെ മനസ്സും ബുദ്ധിയും കൂടി ചേർന്ന ആ 17 ഘടകങ്ങൾ കൂടി ചേർന്ന ആ ശരീരമാണ് സൂക്ഷ്മ ശരീരം. ഇതിനെ നമ്മൾ, ഈ ശരീരത്തിന് പറയുന്ന പേരാണ് ലിംഗ ശരീരമെന്ന്. സൂക്ഷ്മ ശരീരത്തിന് പറയുന്ന പേരാണ്. അതായത് ലിംഗം എന്ന് വെച്ചാൽ അടയാളം അല്ലെ സൂചനകളെ കൊണ്ട് മനസ്സിലാക്കേണ്ട ശരീരമായതുകൊണ്ടാണ് ഈ ലിംഗ ശരീരമെന്നും ഈ സൂക്ഷ്മ ശരീരത്തിന് പറയുന്നത്. ഇതാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവം നമുക്ക് തരുന്നത്. പക്ഷെ ആ അനുഭവം തരാൻ ഈ സൂക്ഷ്മ ശരീരത്തിനെയും പ്രവർത്തിപ്പിക്കുന്ന സൂക്ഷ്മമായ ശക്തിവിശേഷമാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. പിന്നെ കാരണശരീരം എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നാവസ്ഥയും കഴിഞ്ഞ് ആ അഗാധമായിട്ടുള്ള ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു സുഷുപ്തി അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം അനുഭവിക്കുന്നതും ഒരു ശരീരമാണ്. അപ്പോൾ നമ്മൾ ശരീരബോധമില്ല, അഹംബോധം, ഞാനെന്ന ബോധമില്ല. ഈ സൂക്ഷ്മ ശരീരം അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നതേ ഇല്ല ഈ സുഷുപ്തി അവസ്ഥയിൽ. പക്ഷേ അപ്പോഴും നാം ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ആ ആനന്ദം അനുഭവിക്കുന്നത് ഒരു ശരീരബോധമില്ലാത്ത അവസ്ഥയിൽ ഒരു അജ്ഞാതമായ ശരീരമാണ് ആ ആനന്ദം അനുഭവിക്കുന്നത്. ആ അജ്ഞാതമായ ശരീരമാണ് കാരണ ശരീരം. അപ്പോൾ പിന്നീട് നമ്മളുടെ ഈ ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ അസ്ഥിയും മാംസവും ഞരമ്പും ഒക്കെയുള്ള ഈ ശരീരമാണ് സ്ഥൂല ശരീരം. അപ്പോൾ ഈ സ്ഥൂല ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇതിൽ പ്രാണൻ പ്രവർത്തിക്കുന്നത്, 5 പ്രാണനുകൾ പ്രവർത്തിച്ച് ആ പ്രാണനുകൾ പ്രവർത്തിക്കുമ്പോൾ ഇതിൽ ജീവൻ ഉണ്ട് എന്ന അവസ്ഥ അനുഭവിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ. അതുപോലെ തന്നെ അത് ആ കിട്ടുന്ന ജ്ഞാനം കർമ്മേന്ദ്രിയങ്ങൾക്ക് പങ്കുവെച്ചിട്ട് കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മങ്ങളിലൂടെ നമ്മളുടെ ആ ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അനുഭവം മനസ്സും ബുദ്ധിയും കൂടി ചേർന്ന് അത് സമ്യക്കാക്കുന്നു. അങ്ങനെ ആ മനസ്സും ബുദ്ധിയും കൂടി ചേർന്ന് ഈ 5 പ്രാണനുകളും കൂടി ചേർന്ന് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം, 17 ഘടകങ്ങളടങ്ങിയ ഈ സൂക്ഷ്മ ശരീരം പ്രവർത്തനോന്മുഖമാകുന്നത്. ഈ ശരീരമാണ് നമ്മുടെ അടുത്ത കർമ്മങ്ങൾക്കുള്ള സഞ്ചിത കർമ്മങ്ങളൊക്കെ ആർജിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു പോകുന്നത്. ആ ശരീരമാണ് പിതൃലോകത്തേക്ക് എത്തുന്നത്. നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഭൂമിയിൽ ഇല്ല ശരീരമല്ല മറ്റു ലോകങ്ങളിൽ ചെന്നാൽ. അതൊക്കെ നമ്മൾ വെറും കെട്ടുകഥയാണെന്ന് പറയും. അല്ല, ഓരോ സ്ഥലത്തിനും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ തത്വങ്ങളുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞു. ആ തത്വം അനുസരിച്ച് ജലതത്വം ആണ് പിതൃലോകത്തെ തത്വം. അപ്പോൾ ഈ പിതൃക്കൾക്കെല്ലാം കരിക്കിൻ്റെ വെള്ളവും ജലവും ഒക്കെ നമ്മൾ സമർപ്പിക്കുന്നത് അതിൻ്റെ മാത്രം ആവശ്യമേ അവർക്കുള്ളൂ. അവർ ആ ജലതത്വ ലോകത്താണ് ജീവിക്കുന്നത്. അവിടെ ഇവിടെ കാണുന്ന സ്ഥൂല ശരീരം ഈ ഭൂമിയാകുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവമാണ് സ്ഥൂലത കാഴ്ച കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ജീവിക്കാൻ നമുക്ക് സ്ഥൂല ശരീരം ആവശ്യമാണ്. അതുകൊണ്ടാണ് സ്ഥൂലമായ ഭക്ഷണങ്ങൾ നാം ഈ ശരീരം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ സ്ഥൂലത അല്ലാത്ത തത്വമുള്ള ലോകങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതാത് തത്വമനുസരിച്ചാണ് നമ്മുടെ ശരീരം ഉണ്ടാകുന്നത്. സൂക്ഷ്മ ശരീരത്തിന് തന്നെ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ടാവും, രൂപങ്ങളുണ്ടാവും. അതാത് ഗ്രഹങ്ങളിലേക്ക് ഇപ്പം നമ്മൾ അതിന് മുമ്പ് നമ്മൾ പുണ്യങ്ങളൊക്കെ ചെയ്ത് സത്കർമ്മങ്ങൾ ചെയ്ത് ദേവലോകത്ത് ചെല്ലുമ്പോൾ ദേവന്മാരുടെ പോലെ ജരാനരകൾ ബാധിക്കാത്ത ഒരു ശരീരമാകും നമുക്ക് ലഭിക്കുന്നത്. ഭൂമിയിലെ ശരീരത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണത്. അതുപോലെ തന്നെ ഓരോ ലോകത്തും ഇപ്പോൾ പാതാള ലോകങ്ങൾ, നമ്മൾ മോശകർമ്മങ്ങളൊക്കെ ചെയ്താൽ ഭൂമിക്ക് അടിയിലേക്കുള്ള ആതലം, വിതലം, സുതലം, തലാതലം, അങ്ങനെയുള്ള പാതാളം, അങ്ങനെയുള്ള ലോകങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ജീവികളുടെ അവിടെയുള്ള മോശമായിട്ടുള്ള ആ അവസ്ഥയിലുള്ള ശരീരമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ സ്ഥൂല ശരീരം വിട്ട് പോയി കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരം അനുഭവിക്കുന്ന ആ ഇവിടെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം അത് പിതൃലോകത്തിരുന്ന് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിന് കുറച്ചുകൂടി
ആ സൂക്ഷ്മ ശരീരം ചെയ്ത കർമ്മങ്ങൾക്ക് കുറച്ചുകൂടി അനുഗുണമായിട്ടുള്ള നല്ല കർമ്മങ്ങൾ ലഭിച്ചാൽ മാത്രമേ അതിന് ഉയർന്ന ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുവാനും ആ കർമ്മഫലം തീർന്ന് വീണ്ടും ഭൂമിയിലേക്ക് അടുത്ത ജന്മം എടുത്തു വരുമ്പോൾ ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യമുള്ള ഒരു സംസ്കാരമുള്ള ഒരു ഗൃഹത്തിൽ വന്ന് ഒരു അച്ഛനമ്മമാരുടെ ഉള്ളിൽ വന്ന് ഉത്ഭവിക്കുകയും ചെയ്യണമെങ്കിൽ ഇവിടെ നാം അവർക്ക് വേണ്ടി ചെയ്യുന്ന, നമ്മളിൽ നിന്ന് വിട്ടുപോയ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലമാണ് അവരനുഭവിക്കുന്നത്. അതെങ്ങനെ അനുഭവിക്കുന്നു എന്നെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ആചരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ കർമ്മം അനുസരിച്ചിട്ടാണ്, അത് അനുഭവിച്ചിട്ടാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ ആ സൂക്ഷ്മ ശരീരത്തിന് ഉയർച്ചയുണ്ടാകുന്നത്. അതൊന്നും നമ്മൾ അനുഷ്ഠിക്കുന്നില്ല. മരിച്ചതിന് ശേഷം ഇവരാരും ഇല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരേ ഉള്ളൂ, ഇനിയും ഇവരെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ ഇരിക്കുമ്പോൾ അവർ ചെയ്ത കർമ്മങ്ങളുടെ നന്മ കഴിഞ്ഞാൽ വീണ്ടും അവർ മോശ സംസ്കാരത്തിലേക്ക്, മോശ ജീവിതം ഒക്കെ ഉള്ള അവസ്ഥയിലേക്ക്, താഴ്ന്ന മണ്ഡലങ്ങളിലേക്കായിരിക്കും അവർ ജനിക്കുന്നത്. അപ്പോൾ അതാണ് അവരെ വിഷമിപ്പിക്കുന്ന ഘടകം. ആ വിഷമം പിതൃക്കളിൽ നിന്നുണ്ടാകുന്ന ആ പിതൃക്കളുടെ ശാപം ഏൽക്കാതിരിക്കാനാണ് നമ്മൾ പിതൃബലികളും തർപ്പണങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 3 ശരീരങ്ങളും, സൂക്ഷ്മം, സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഈ 3 ശരീരങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ഇവിടെ നാം ജീവിക്കുന്നു എന്ന അനുഭവം വരുന്നത് ഈ സ്ഥൂല ശരീരത്തിലിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ലൂടെ ലഭിക്കുന്ന ഈ പുറത്തേക്കുള്ള ജാലകങ്ങളാണ്. നമ്മുടെ ഈ ശരീരത്തിൻ്റെ പുറത്തേക്കുള്ള ഒരു വീടിൻ്റെ ജാലകങ്ങൾ. ആ ജാലകങ്ങളും ഡോറുകളൊക്കെ തുറന്നു നോക്കുമ്പോഴല്ലേ പുറത്ത് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ മഴയാണോ, അല്ലെങ്കിൽ പുറത്ത് ആരെങ്കിലും വന്ന് നിൽപ്പുണ്ടോ, വെയിലാണോ, എന്താണ് പുറത്തെ സംഗതികളെന്ന് അറിയണമെങ്കിൽ ഈ വീടിന് ചുറ്റിനുമുള്ള ജാലകങ്ങൾ നമ്മൾ തുറന്നിടുന്നു, വാതിലുകൾ തുറന്നിടുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ശരീരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ജാലകങ്ങളാണ് ഈ 5 ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളിലൂടെ നാം പുറം ലോകം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്, അല്ലാതെ നമ്മളത് അനുഭവിക്കുകയില്ല. നമ്മൾ അനുഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നൽ വരുന്നത്, ഈ പ്രപഞ്ചമുണ്ടെന്നോ ഇവിടെ നാം ജീവിക്കുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ആ പരമാത്മ ചൈതന്യം ഇരിക്കുന്നത് കൊണ്ടാണ്, കുടികൊള്ളുന്നത് കൊണ്ടാണ്. ആ ചൈതന്യം എപ്പോൾ ഇതിൽ നിന്ന് നഷ്ടപ്പെടുന്നോ അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മളിവിടെ ഒരു വേണ്ടാത്ത വസ്തുവായി, എളുപ്പം നീക്കം ചെയ്യേണ്ട ഒരു വസ്തുവായി മാറുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. അതാണ് ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞ ദൃശ്യമായുള്ളൊരു രാജ്യവും ദേഹവും കാണുന്നതെല്ലാം ഈ ദൃശ്യപ്രപഞ്ചം ലക്ഷ്മണൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് ഇവിടെ ഇല്ലാത്ത ഒരു സാധനമാണ്. അത് അനിശ്ചിതത്വമുള്ള, അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്നത് നമ്മളിലിരിക്കുന്ന നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന ആ ശക്തിയാണ്. ഇതൊക്കെ ഉണ്ടെന്ന് അനുഭവിക്കാൻ തോന്നിക്കുന്ന ആ ശക്തിയാണ്. അതുമാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് ലക്ഷ്മണ എന്ന് അനുജനോട് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. അത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ള ജ്ഞാനമാർഗമാണ്. ആ ജ്ഞാനമയ കോശം, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ്, അന്നമയ കോശമാണ് ശരീരം. പ്രാണമയ കോശം, പ്രാണനാൽ നിർമ്മിക്കപ്പെടുന്ന കോശം സൂക്ഷ്മ ശരീരം. അങ്ങനെ ജ്ഞാനമയ കോശമാണ് നമ്മളുടെ ഈ ബുദ്ധിയിലൂടെ, നമ്മൾ ജ്ഞാനത്തിലൂടെ നേടിയെടുക്കുന്നത്, അറിവിലൂടെ നമ്മൾ നേടിയെടുത്തത്. നമ്മളിൽ അത് സൂക്ഷ്മമായി സഞ്ചിത കർമ്മങ്ങളുടെ കൂടെ അറിവ് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഇങ്ങനെ ഈ ഏതൊന്നാണോ നമ്മളെ ഇതെല്ലാം കാണാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഏക സത്യം. മറ്റെല്ലാം മിഥ്യയാണ്, നമുക്ക് വെറും തോന്നലാണ്. ഇവിടെ നാം ജീവിക്കുന്നു, ഇത് എൻ്റെയാണ്, അത് അവരെല്ലാം എൻ്റെയാണ്, അവരുടെ സ്നേഹം അനുഭവിക്കുന്നു, ഇവരുടെ ദേഷ്യം ഞാൻ അനുഭവിക്കുന്നു, നിന്ദ അനുഭവിക്കുന്നു, സ്തുതി അനുഭവിക്കുന്നു. ഇതെല്ലാം നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ട്? നമ്മൾ തോന്നുകയാണതെല്ലാം തോന്നലുകളാണ്. ആ തോന്നലുകളായിരുന്നു, ഇതൊരു സ്വപ്നമായിരുന്നു എന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴേ നമുക്കത് ബോധ്യമാവുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഇത് ഇത്രയും നേരം ഞാൻ ജീവിക്കുകയല്ലായിരുന്നു, സ്വപ്നം കാണുമായിരുന്നു എന്നോർത്ത് വളരെ സന്തോഷത്തോടെ. ദുഃഖമുള്ള സ്വപ്നമാണെങ്കിൽ സന്തോഷത്തോടെ ഉണരും. വളരെ സന്തോഷമുള്ള സ്വപ്നമാണെങ്കിലോ അയ്യോ അത് നഷ്ടപ്പെട്ടു പോയല്ലോ, ജീവിതം അല്ലായിരുന്നല്ലോ അതെന്നുള്ള തിരിച്ചറിവ് വരുന്നത്. ഇത് തന്നെയാണ്, ഈ തിരിച്ചറിവാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഈ പ്രാണനിൽ നിന്ന്
പ്രാണനെ നിലനിർത്തിയിരുന്ന ആ ശക്തിയായ ആത്മചൈതന്യം ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ, അതായത് ആ മരണം സമയത്ത് നമുക്ക് മനസ്സിലാകും ഇത് വെറും സ്വപ്നമായിരുന്നല്ലോ, ഇത്രയും നാൾ ഇതെന്തായിരുന്നു, ഞാനിത് അനുഭവിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ റിയലായിട്ടുള്ള ആ ജീവിതം അപ്പോഴാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്, നമ്മൾ അതിലേക്കാണ് പിന്നെ കടക്കാൻ പോകുന്നത്. ഇതുവരെയും ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു സ്വപ്നം തന്നെയായിരുന്നു എന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ജീവിതം ഒരു സ്വപ്നമാണെന്നും ഇത് മായാ പ്രകൃതിയാണെന്നും ഈ മായയുടെ പിടുത്തത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് സത്യം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ചെയ്യുന്നവരെയാണ് മുമുക്ഷുക്കൾ, അല്ലെങ്കിൽ ആ മുക്തിമാർഗം നേടിയവർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഈ മായാ പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അലട്ടുകയില്ല. ഇതെല്ലാം ഇവിടെ നടന്നു പോകുന്ന ഒരു സ്റ്റേജിൽ നടക്കുന്ന കുറേ കാഴ്ചകളായിട്ട് ഒരു കാഴ്ചക്കാരനായിട്ട് നമുക്ക് മാറി നിന്ന് കാണാൻ കഴിയും. ആ അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ രാമനാമം ജപിക്കേണ്ടത്. അല്ലാതെ മരണം ആസന്നമായി കിടക്കുന്നവർക്ക് മരിച്ച് സ്വർഗത്തിൽ പോകാനുള്ളതല്ല, ഭൂമിയിലിരിക്കുമ്പോൾ തന്നെ മോക്ഷ പദം ലഭിക്കുവാൻ. അതുകൊണ്ടല്ലേ വാൽമീകി മഹർഷി രത്നാകരൻ എന്ന കാട്ടാളനായിരുന്ന ആ ആള് രാമനാമം തുടർച്ചയായിട്ട് വർഷങ്ങളോളം ജപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജീവൻ മുക്തി നേടുകയാണ്. അദ്ദേഹം യഥാർത്ഥ സത്യം എന്താണ്, ഈ ഭൂമിയുടെ തത്വം എന്താണ്, പ്രകൃതി എന്താണ്, പ്രപഞ്ചം എന്താണ്, ഈശ്വരൻ എന്താണെന്ന് എല്ലാം മനസ്സിലാക്കുകയാണ്. അദ്ദേഹം മരിച്ചില്ലല്ലോ രാമനാമം ജപിച്ചിട്ട്. വീണ്ടും അദ്ദേഹം ആദി കവിയായി ലോകമുള്ള കാലത്തോളം വാഴ്ത്തുന്ന മഹാശ്രേഷ്ഠനായി മാറി. രാമനാമത്തിൻ്റെ ഗുണമാണത്. അതാണ് രാമനാമം ജപിച്ച് ഓരോരുത്തരും ജീവൻ മുക്തരാകൂ, ഈ പ്രപഞ്ച ദുഃഖത്തിൽ നിന്നും ഇവിടെ കാണുന്ന ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും മുക്തരാകൂ. അതിനുവേണ്ടിയാണ് രാമനാമം ജപിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഞാൻ ഇതൊന്നും അല്ല, ഇതിനൊക്കെ ഉപരിയാണ് ഞാൻ എന്നുള്ള ആ ബോധം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജ്ഞാനത്തിലൂടെ തന്നെ സഞ്ചരിക്കണം. ശങ്കരാചാര്യരുടെ ശങ്കരഗുരുവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് മുൻപ് ശങ്കര ജയന്തി ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു, അമരുകൻ എന്ന ഒരു രാജാവിൻ്റെ ശരീരത്തിലേക്ക് അദ്ദേഹം മരിച്ചു. ആ നിമിഷം തന്നെ മരിച്ച സമയത്ത് തന്നെ ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലൗകിക ജീവിതത്തെക്കുറിച്ച് അറിയുവാൻ വേണ്ടി ഈ ശങ്കരഗുരു അദ്ദേഹത്തിൻ്റെ ആ ശരീരം ഗുഹയിൽ സൂക്ഷിച്ചിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിച്ചതിന് ശേഷം ഈ അമരുകൻ എന്ന രാജാവിൻ്റെ ശരീരത്തേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ആ സൂക്ഷ്മ ശരീരമാണ് പ്രവേശിക്കുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ പഞ്ചപ്രാണനുകളും ബുദ്ധിയും മനസ്സും എല്ലാം, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. അതിനെ പ്രവർത്തിപ്പിക്കുന്നതാണ് പരമാത്മ ചൈതന്യമായ ആത്മചൈതന്യം. അപ്പോൾ അത് ആ രാജാവ് ആയിരിക്കുമ്പോൾ ഇപ്പം ഞാൻ അപ്പോൾ ഉറങ്ങിക്കിടന്ന രാജാവ് ഉണർന്നതുപോലെ എഴുന്നേൽക്കുന്നു. അദ്ദേഹം മരിച്ചില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാണൻ പോയി. ശ്രീ ശങ്കരാചാര്യരുടെ ആ സൂക്ഷ്മ ശരീരമാണ് അതിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹം അവിടെ രാജാവിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നു. കുറേ ദിവസങ്ങളിൽ അങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാര്യമൊക്കെ ഞാനന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കുന്നു, രാജാവിൻ്റെ ഉടുപ്പെടുത്തണിഞ്ഞാൽ രാജാവാകില്ല, സേവകൻ്റെ ഉടുപ്പെടുത്തണിഞ്ഞാൽ സേവകനാവില്ല, ഒരു യാചകൻ്റെ ഉടുപ്പണിഞ്ഞാൽ യാചകനാകില്ല, ഇതൊന്നും ഞാനല്ല എന്ന് ആ ശങ്കരാചാര്യരുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു രാജാവിൻ്റെ ഉടുപ്പെന്ന് വെച്ചാൽ രാജാവിൻ്റെ ശരീരം. ആ രാജാവിൻ്റെ ശരീരത്തിലേക്ക് കയറി ചെന്ന ആരാണ്? ശ്രീ ശങ്കര ഭഗവത്പാദരാണ്. അദ്ദേഹം ഒരു യാചകൻ്റെ ജീവിതം അറിയാൻ ആ യാചകൻ്റെ ശരീരത്തിലേക്ക് കയറിയാലും യാചകനാണോ അദ്ദേഹം? അല്ല. അദ്ദേഹവും നല്ല, നമ്മൾ ആരും അതൊന്നും അല്ല. നമ്മൾ ഈ ഉടുപ്പ്, ഇപ്പം ഞാൻ എൻ്റെ രൂപത്തിലുള്ള ഈ ഉടുപ്പ് അണിഞ്ഞിരിക്കുന്നു, എൻ്റെ ഈ ശരീരം അണിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ശരീരത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ആ സൂക്ഷ്മ ശരീരത്തിനെയും പ്രവർത്തിക്കുന്ന ആ ആത്മചൈതന്യത്തിനും അറിയാം ഇതൊന്നും അല്ല ഞാൻ ഏതുടുപ്പണിഞ്ഞോ ആ ഉടുപ്പാണോ ഞാൻ? അല്ല. അണിയുന്നത് ആരിലാണ്? ആ ആളാണ് യഥാർത്ഥത്തിലുള്ള ആള്. ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സാണോ ഞാൻ? അല്ലല്ലോ. ആ ഡ്രസ്സ് അണിയുന്നത് ആരിലാണ്? അതല്ലേ പ്രധാനം. അപ്പോൾ ശങ്കരാചാര്യർ അമരുകൻ എന്ന രാജാവായാലും അതല്ല മറ്റൊരാളായാലും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിവുണ്ട്.
ഞാൻ ഇതൊന്നുമല്ല, ഈ വേഷത്തിലേക്ക് കടന്നു വന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത റോളുകളാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ടോ ആ റോളുകളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണം. ആ ഒരു ബോധം കിട്ടിയ ആളാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ. അപ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വന്ന് കയറുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ഒരു ദുഷ്ട വിഭാഗം ഒരു മനുഷ്യൻ വന്നതും ഒക്കെ ഞാൻ അന്ന് ആ കഥയിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ഇതൊന്നും അല്ല, ഈ കാണുന്ന ഈ ശരീരം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി ഇരിക്കുന്നതിനേക്കാൾ ഉപരിയാണ് നാം ഓരോരുത്തരും. നമ്മൾ ഇതൊന്നും അല്ല, ഏതേത് രൂപത്തിൽ ഏതേത് ഉടുപ്പുകൾ എടുത്തണിഞ്ഞു വന്നാലും ഏതേത് ശരീരങ്ങൾ സ്വീകരിച്ചു വന്നാലും അതൊന്നും അല്ല ഞാൻ അണിയുന്ന വേഷങ്ങളാണിതെല്ലാം, വ്യത്യസ്തമായ വേഷങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ഇതൊന്നും അല്ല, ഈ വേഷമല്ല ഞാൻ, വേഷം അണിയുന്ന ആളാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ആ തിരിച്ചറിവിലേക്ക് നമ്മളുടെ മനസ്സുയർന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന ഈ പ്രാരാബ്ധ ബന്ധങ്ങളിലും കർമ്മങ്ങളിലും നമ്മൾ പെട്ട് ഉഴർന്ന് ഇതിൻ്റെ കാരണം അന്വേഷിച്ച് വിഷമിക്കുകയില്ല. നമുക്കിതിൻ്റെ കാരണം സ്വാഭാവികമായിട്ടും മനസ്സിലാകും. നാം ചെയ്ത അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി എല്ലാവരും ഒരിടത്ത് ഒത്തുകൂടുന്നു. അതൊരു ഗൃഹത്തിലാണെങ്കിൽ അവിടെ, അല്ല ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്തോ അല്ല ഏതെങ്കിലും കർമ്മ മണ്ഡലങ്ങളിലാണെങ്കിൽ അവിടെ എല്ലാം എവിടെയും നാം ഒത്തുകൂടുന്നത് നാം ചെയ്തു കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങൾ വീണ്ടും പിന്തുടർച്ചയായി അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന സത്യം, ആ വലിയ സത്യം മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവർക്ക് ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. അവർ ഈ കർമ്മത്തെ ചൊല്ലി തനിക്കുണ്ടായ അനുഭവങ്ങളെ ചൊല്ലി വിഷമിക്കുകയില്ല. അതായത് താൻ ചെയ്ത കർമ്മ ഫലമാണ് എന്നോർത്ത് സമാധാനത്തോടെ ജീവിതത്തെ കൈകാര്യം ചെയ്യും. ആ സമാധാന ബുദ്ധി കൈവരിക്കുവാൻ വേണ്ടിയാണ് ജ്ഞാനമാർഗത്തിലൂടെ നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നത്. നിത്യേന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും അത് കേൾക്കുവാൻ താല്പര്യമുള്ളവരും അത് കേട്ടിട്ട് അവനവൻ്റെ ജീവിതത്തിനും മനസ്സിനും ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നവർ അനേകം പേരുണ്ടെന്നറിയുന്നതിൽ വളരെ സന്തോഷം. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.